മലപ്പുറം ജില്ലയിലേക്കൊന്ന് പോവാം. മലപ്പുറം ജില്ലയിൽ പാണക്കാട് വലിയ തോതിലുള്ളൊരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഈ മണ്ണിടിച്ചിലുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വ്യാപകമായ പരിശോധനയ്ക്ക് ഉത്തരവ് വന്നിട്ടുണ്ട്. അനധികൃത ഖനന പ്രവർത്തനങ്ങൾ തടയുന്നതിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുകയുണ്ടായി. 3 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് സ്ക്വാഡിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറാണ് ഈ ഉത്തരവിട്ടിട്ടുള്ളത്. അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി CV അനുമോദാണ് നമ്മളുമായി ചേരുന്നത്. അനുമോദ്, പാണക്കാട് ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇപ്പോൾ ഇതാ പുതിയൊരു സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുകയാണ്. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, പാണക്കാടുണ്ടായ ഒരു മണ്ണിടിച്ചിൽ, അതിനെ തുടർന്നുണ്ടായ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഈ ഒരു പ്രദേശത്ത് ഉള്ള മലകളിൽ അനധികൃതമായിട്ടുള്ള ക്വാറികൾ പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപമാണ് വ്യാപകമായിട്ട് ഉയർന്നത്. പ്രത്യേകിച്ച് ഊരകം മലയിൽ വിവിധ ഇടങ്ങളിൽ അനധികൃതമായിട്ട് കരിങ്കൽ ക്വാറിയും ചെങ്കൽ ക്വാറിയും പ്രവർത്തിക്കുന്നുവെന്നാണ് ആരോപണമായിട്ടും പരാതിയായിട്ടും ഉയർന്നിട്ടുള്ളത്. ഇത് പരിശോധിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവിലൂടെ വന്നിരിക്കുന്നത്. അതായത് ഇത് ഡെപ്യൂട്ടി ഡയറക്ടർ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇബ്രാഹിം കുഞ്ഞിക്കും അതേപോലെ ജിയോളജിസ്റ്റ് സുബേഷ് തൊട്ടിയിലുമാണ് ഈ നിർദ്ദേശം നൽകുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയിലെ ഈ ക്വാറികൾ പരിശോധിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചുമതലയിലുള്ളത്. നമുക്കറിയാം, പല പ്രദേശത്തും ഇതിനോടകം തന്നെ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം ആളുകളുടെ ആശങ്ക വല്ലാതെ ഉയരുന്നുണ്ട്. പ്രവർത്തിക്കുന്ന ക്വാറികൾ, മുൻപ് പ്രവർത്തിച്ചിരുന്ന ക്വാറികൾ, അതേ തുടർന്ന് ആ പ്രദേശത്തുണ്ടായ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, മണ്ണ് കുന്നുകൂടി കിടക്കുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പലയിടങ്ങളിലും വിള്ളൽ കണ്ടെത്തായിട്ടുള്ള ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ എവിടെയെങ്കിലും മറ്റൊരു ദുരന്തത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് ഈ പരിശോധന ഉള്ളത്. എന്നാണെങ്കിലും ഇന്ന് രാവിലെ മുതൽ 3 ദിവസത്തേക്കാണ് ഈ നടപടികൾ ഉണ്ടാവുക. ഈ ഏതെല്ലാം പ്രദേശങ്ങളിൽ അനധികൃതമായി ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്നത് കണ്ടെത്താൻ കൂടി ഈ ഒരു നടപടിക്രമങ്ങൾ, ഇന്നത്തെ പരിശോധനാ നടപടിക്രമങ്ങൾ ഉപകരിക്കുമെന്ന് വേണം കരുതുവാൻ. എന്തായാലും രാവിലെ തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള ഈ നടപടികൾ, ഈ പരിശോധനാ നടപടികൾ ആരംഭിക്കും. മലപ്പുറം ജില്ലയിൽ നിന്നും നമ്മളുമായി ചേർന്നത് അനധികൃതമായിട്ടുള്ള ക്വാറികൾ, അവിടെയുള്ള മൈനിങ് ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ അവിടെ ഇനി അടുത്ത 3 ദിവസം നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.